അവർക്കെല്ലാം വിജയം പ്രദാനം ചെയ്യട്ടെ. അവർക്ക് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിന്റെ അഅദാഇനെ അല്ലാഹു നശിപ്പിച്ച് കളയട്ടെ. അവരുടെ ശക്തിയെ അല്ലാഹു ക്ഷയിപ്പിച്ച് കളയട്ടെ. അവരുടെ സഖ്യകക്ഷികളെ അല്ലാഹു ഛിന്ന ഭിന്നമാക്കി തരട്ടെ. ഫലസ്തീനിന്റെ മുഖദ്ദസിന്റെ മണ്ണിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്ത് മുസ്ലിമിന് മുസ്ലിമായി, ഹിന്ദുവിന് ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി അതാത് മതമനുഷ്ഠിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നിലനിർത്തി തരട്ടെ. അതിനെതിരെ പ്രവർത്തിക്കുന്ന സകല ശക്തികളെയും അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, മറ്റൊരു ഡിസംബർ 6 നമ്മൾ കടന്നു പോവുകയാണ്. 1992 ഡിസംബർ 6 ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മതേതരത്വത്തിന്റെ അടിവേരറുത്തുകൊണ്ട് 430 വർഷത്തിലധികം മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്തു വന്നിരുന്ന ബാബരി എന്ന മസ്ജിദിന്റെ താഴികക്കുടങ്ങളും തങ്കമിനാരങ്ങളും തകർക്കപ്പെട്ട 32 വർഷങ്ങൾ പിന്നിടുന്ന ഒരു സാഹചര്യത്തില് മറ്റൊരു ഡിസംബർ 6 നമ്മളിലൂടെ കടന്നു പോകുമ്പോ വൈകാരികതയ്ക്ക് പകരം നമ്മളൊരു വിചിന്തനം നടത്തേണ്ടതിന്റെ ആവശ്യകത അതിർവരമ്പുകൾ ഛേദിച്ച് കടന്നുപോയിട്ടുണ്ട്. ഡിസംബർ 6 ബാബരി തകർക്കപ്പെട്ട് 9 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അതിന്റെ നിജസ്ഥിതിയെ അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ലിബർഹാൻ കമ്മിറ്റിയെ നിയമിച്ചു. 17 വർഷങ്ങൾക്ക് ശേഷം ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രൂപത്തിലുള്ള അവകാശ ലംഘനമാണ് നടന്നത് എന്ന്. ഉദ്ഖനനത്തിൽ ഒരിക്കൽ പോലും ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളോ മറ്റോ ബാബരിക്കടിയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന്. പക്ഷേ ബാബരി തകർക്കപ്പെട്ട 32 വർഷങ്ങൾ പിന്നിടുമ്പോഴും നിഷേധിക്കപ്പെട്ട തകർക്കപ്പെട്ട അവകാശത്തെ വീണ്ടെടുക്കാനോ വീണ്ടെടുത്തു നൽകാനോ ഒരു ഭരണകൂടത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു ഭരണകൂടനും അത് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ബാബരിയുടെ വഴിയിലൂടെ ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തിനെതിരെ എത്രത്തോളം വേണം ഹാജ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, ഇന്ത്യയുടെ സുൽത്താൻ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിലേക്ക് പരിശുദ്ധ ദീനിന്റെ മഹിതമായ സന്ദേശം തലമുറകൾക്ക് പകർന്നു നൽകാൻ കടന്നു വന്ന സുൽത്താനുൽ ഹിന്ദ് അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ ദർബാർ പോലും ഇന്ന് സർവേ നടത്തണമെന്ന്, അത് ക്ഷേത്രമായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്തിന്റെ പരമാധികാര കോടതി ആ കേസ് ആ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 2 ദിവസങ്ങൾ മുമ്പെയാണ് ഡൽഹി ജുമാ മസ്ജിദിലും സർവേ നടത്തണമെന്ന അവകാശമായിട്ട് ഹിന്ദു സേന കടന്നു വരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇത് അറിഞ്ഞുവോ? അതല്ല നമ്മൾ അറിഞ്ഞിട്ടും അറിയായ്മ നടിച്ചുവോ? അതുമല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരു ഇതൊക്കെ അവിടെയല്ലേ, അജ്മീറിലല്ലേ, ഡൽഹിയിലല്ലേ, ബാബരിയല്ലേ, നമ്മളുടെ മഹല്ലല്ലോ, നമ്മളിലല്ലല്ലോ എന്ന ഒരു ദിവാസ്വപ്ന ലോകത്താണോ നമ്മൾ ഇപ്പോഴും ഉള്ളത്? ഒന്നും വേണ്ട. നമ്മൾ വൈകാരികത ഉൾക്കൊള്ളണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളവിടെ ഇതിനെതിരെ കൂട്ടം ചേർന്നുകൊണ്ട് ഇൻകിലാബ് വിളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ എത്ര മൂഢത്വം ഭാവിച്ചാലും, നിങ്ങൾ എത്ര ഉറക്കം നടിച്ചാലും, അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായി തീർന്നിരിക്കുന്നു. ബാബരിയുടെ താഴികക്കുടങ്ങൾ തകർക്കപ്പെട്ടത് ധിക്കാരത്തിന്റെ പിന്നെ ആളിൽ മാത്രമാണ്. അധികാരത്തിന്റെ ആൾബലത്തിന്റെ ധിക്കാരമായിരുന്നു, ധിക്കാരത്തിന്റെ ഒരു പരിണിവേശമായിരുന്നു ബാബരിയിൽ കണ്ടത്. കല്ലാ ഇന്നൽ ഇൻസാന
ഇൻസാന ലയത്വാ, നിശ്ചയം മനുഷ്യൻ ധിക്കാരിയായി തീർന്നിരിക്കുന്നു. അവനെ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ഒരു മൂഢമായ വിചാരം അവനെ അധികാരത്തിലെത്തിച്ചിരിക്കുന്നു. അവൻ സ്വയം പര്യാപ്തനാണ് എന്ന് അവനിക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന ഇലാ റബ്ബിക റുജ്ആ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഇലാ റബ്ബികർ റുജ്ആ, ഏ മനുഷ്യ, നിന്റെ അധികാരവും നിന്റെ അഹങ്കാരവും എല്ലാം അസ്തമിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്റെ മടക്കം. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, നിസ്കരിക്കാൻ വരുന്ന ഒരു അടിമയെ തടഞ്ഞവന്റെ അവസ്ഥയെ നിങ്ങൾ ചിന്തിച്ചുവോ? എന്നിട്ട് ഖുർആൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അലം യഅലം ബിഅന്നല്ലാഹ യറാ, ഇതെല്ലാം പടച്ച തമ്പുരാൻ കാണുന്നുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടില്ലേ? ഒരു ബാബര് തകർക്കപ്പെടുമ്പോ, യുപിയിലെ മണ്ണിൽ ഒരു 5 മുസൽമാനെ വെടിവെച്ച് കൊന്നു തീർക്കുമ്പോ, അതല്ലെങ്കിൽ ഒരു അജ്മീറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ദുഷ്ട കണ്ണുകൾ തിരിക്കുമ്പോ, ഡൽഹിയെ മസ്ജിദിന്റെ താഴിക കുടങ്ങളിലേക്കും നിങ്ങളുടെ ആയുധങ്ങൾ ഉയർന്നു താഴുമെന്ന ദിവാസ്വപ്നത്തിന് നിങ്ങൾ ജീവിക്കുമ്പോ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അലം യഅലം ബിഅന്നല്ലാഹ യറാ, ഇതെല്ലാം പടച്ച തമ്പുരാൻ കാണുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ ഫല്യദ്ഉനാ. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പറയുന്നത് നോക്കണേ, കല്ലാ ലഇല്ലം യൻതഹി, നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ, ഈ ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ സമുദായത്തിന് നേരെയുള്ള കടന്നു കയറ്റം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഇല്ലെങ്കിൽ, ലനസ്ഫഅൻ ബിന്നാസിയ, അവരുടെ മൂർധാവ് അല്ലാഹു പിടിച്ചു വലിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇത് ഖുർആനിന്റെ പ്രയോഗമാണ്. ഇത് ഖുർആനിന്റെ പ്രയോഗമാണ്. കല്ലാ ലഇല്ലം യൻതഹി, നിസ്സംശയം അവർ നിർത്താൻ പ്ലാനില്ല എങ്കിൽ, അവർ ഈ ചെയ്യുന്ന ചെയ്തികൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ, ലനസ്ഫഅൻ ബിന്നാസിയ, അവരുടെ മൂർധാവ് പടച്ച തമ്പുരാൻ പിടിച്ചു വലിക്കുന്നതാണ്. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, ആ കള്ളം പറഞ്ഞുകൊണ്ട് അവകാശവാദം വാദിക്കുന്നവരുടെ മൂർധാവ്. ഇത് ഖുർആനാ പറയുന്നത്, ഞാൻ അർത്ഥം വെക്കുന്നതല്ല. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, കള്ളം പറയുന്ന പാപം ചെയ്യുന്നവന്റെ മൂർധാവ് അല്ലാഹു പിടിച്ചു വലിക്കുക തന്നെ ചെയ്യുന്നതാണ്. സഹോദര, പടച്ച തമ്പുരാന്റെ പള്ളിയല്ലേ പടച്ചോക്കാത്തോട് നിന്ന് അബ്രഹത്തിന്റെ പട്ടാളം കഅബാലയം തകർക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പറഞ്ഞില്ലേ, അല്ലാഹ് ഇത് നിന്റെ ഭവനമാണ്, ഞാൻ അശക്തനാണ്, എന്റെ ഭവനത്തെ നീ സംരക്ഷിച്ചു കൊള്ളുക അല്ലാഹ്. അബ്രഹത്തിന്റെ പട്ടാളത്തെ അബാബീലിനെ കൊണ്ടല്ലേ പടച്ച തമ്പുരാൻ നശിപ്പിച്ചത്. അബ്രഹത്തിന്റെ പട്ടാളത്തെ അബാബീലിനെ കൊണ്ട് പടച്ച തമ്പുരാൻ നശിപ്പിച്ചല്ലോ. അലം തറ കൈഫ ഫഅല റബ്ബുക, സൂറത്തിൽ അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചൂടാക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് പടച്ച തമ്പുരാൻ അബാബീലുകളുടെ കൈകളിൽ, അബാബീലുകളുടെ കാലുകളിൽ അല്ലാഹു ചൂടാക്കപ്പെട്ട കല്ലുകൾ ഏൽപ്പിച്ചു. അബാബീലുകൾ അബ്രഹത്തിന്റെ പട്ടാളത്തിന്റെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു. ഓരോ ശത്രുവിന്റെ മൂർധാവിലേക്ക് അബാബീലുകൾ ആ ചൂടാക്കപ്പെട്ട കല്ലുകൾ എറിഞ്ഞു. അവർ ഉരുകിയൊലിച്ച് ചപ്പ് ചവറുകളെ പോലെയായി മാറിയല്ലോ അബ്രഹത്തിന്റെ പട്ടാളം.
പക്ഷേ പടച്ച തമ്പുരാൻ കാത്തോളുമെന്ന് നമ്മളെ ഈമാൻ തവക്കുലാക്കി നിൽക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമുക്ക് ചില കടമകളുണ്ട്, നമുക്ക് ചില കടപ്പാടുകളുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് പടച്ച തമ്പുരാനോട് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യാനെങ്കിലും നമ്മൾ തയ്യാറാവണ്ടേ? നമ്മളൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. നമ്മൾ ഓരോരുത്തരും ഇന്നിപ്പോ ഡിസംബർ 6 വന്നു, അജ്മീർ ദർഗയെ കുറിച്ചുള്ള പല വിഷയങ്ങളും നമ്മൾ മീഡിയകളിലൂടെ കാണുന്നുണ്ട്. ഇപ്പോ ഡൽഹി ജുമാ മസ്ജിദിനെ കുറിച്ചുള്ളത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊന്ന് സ്വയം നമ്മുടെ നഫ്സിനോട് ചോദിക്കുക, പടച്ചോനെ അല്ലാഹുവേ, ഞാൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? ഞാൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? നിങ്ങളോട് റോഡ് തടയാനോ അല്ലെങ്കിൽ റെയിൽ പാളം ഉപരോധിക്കാനോ ഒന്നുമല്ല പറയുന്നത്. നമ്മളൊരു സ്വയം മനസ്സിനോടൊരു ചോദ്യം ചോദിക്കുക, അല്ലാഹുവേ ഞാൻ എന്താ ചെയ്തത്? നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മൾ ന്യൂനപക്ഷമല്ലേ? നമ്മൾക്ക് എന്താ ഉള്ളത്? നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് എന്താ ഇല്ലാത്തത്? അത് ചിന്തിക്കുക. നമുക്ക് എന്താ ഇല്ലാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു സത്യവിശ്വാസി ഒരിക്കലും ഒന്നുമില്ലായ്മയിൽ ഒതുങ്ങിക്കൂടേണ്ടവനല്ല. അങ്ങനെ നമ്മൾ ധരിച്ചു പോകരുത്. ഒരു സത്യവിശ്വാസി ഒന്നുമില്ലായ്മയിൽ ഒതുങ്ങിക്കൂടേണ്ടവനല്ല, അവൻ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ ജീവിക്കേണ്ടവനാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ശൈലി, അവന്റെ വേഷവിധാനങ്ങള് എല്ലാം ഉന്നതമായ രൂപത്തിലായിരിക്കണം. രാജാക്കരാജനായ പടച്ചതമ്പുരാനോട് അവൻ ചോദിക്കേണ്ടതും ഉന്നതമായതായിരിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവോട് വെറും സ്വർഗം ചോദിക്കരുത്, വെറും സ്വർഗം ചോദിക്കരുത്. അല്ലാഹ് എനിക്ക് സ്വർഗം കൊണ്ടാന്ന് ചോദിക്കരുത്. എന്നെ ചോദിക്കേണ്ടതോ ജന്നാത്തുൽ ഫിർദൗസിൽ അഅല, ഏറ്റവും ഉന്നതമായ സ്വർഗം നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗമല്ല ചോദിക്കേണ്ടത്, സ്വർഗമല്ല ചോദിക്കേണ്ടത്, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ചോദിക്കണം. കാരണം നമ്മൾ ചോദിക്കപ്പെടുന്ന നമ്മുടെ റബ്ബ് ചില്ലറക്കാരനല്ല. നമ്മുടെ